സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും ശബ്ദിച്ച ആശയം ഉയർത്തിപ്പിടിച്ച നേതാവിന്റെ ജന്മമാസവും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ഡേയും ഒരുമിച്ച് വന്ന ഈ മുഹൂർത്തത്തിൽ എല്ലാവിധ സന്തോഷങ്ങളും രാജ്യത്തിനും സമൂഹത്തിനും ജനതയ്ക്കും മുഴുവനും ക്ഷേമമുണ്ടാകട്ടെ. ഓഗസ്റ്റ് 15 ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചനം കിട്ടിയ ദിവസത്തിനാണ് സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത്. ഇത് വൈദേശികരായ ആളുകൾ ഇന്ത്യ മഹാരാജ്യത്ത് വന്ന് ഭരിച്ചതിന്റെ പേരിലാണോ നിങ്ങൾ പുറത്തു പോയിക്കോളൂ എന്ന് നമ്മൾ പറഞ്ഞത്? അവർ വിദേശികളായത് കൊണ്ടാണോ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞത്? അല്ല. അവർ ഇവിടെ നല്ല നല്ല പരിഷ്കാരങ്ങൾ നടത്തിയപ്പോൾ അത് വേണ്ട എന്നതിന്റെ പേരിലാണോ നിങ്ങൾ പുറത്തു പോകൂ എന്ന് പറഞ്ഞത്? അല്ല. ഈ രാജ്യത്ത് വിദേശത്ത് നിന്ന് പല ആളുകളും പണ്ടും നേരത്തെയും വന്നിട്ടുണ്ട്. അവർ വിദേശികളായത് കൊണ്ടല്ല അവർക്കെതിരെ നമ്മൾ സംഘടിച്ചത്. അവർ ഇവിടെ നടത്തിയ പരിഷ്കാരങ്ങളോട്, ഭരണപരിഷ്കാരങ്ങളോട് യോജിപ്പില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അവർ ഈ രാജ്യത്ത് ചെയ്ത അക്രമ പ്രവർത്തനങ്ങളുടെ പേരിൽ ഈ രാജ്യത്തെ ജനങ്ങളെ അടിമകളാക്കി, ഈ രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ വിഭജിച്ചു, ഈ രാജ്യത്തെ സ്വത്തുകൾ കൊള്ളയടിച്ചു, ഈ രാജ്യത്തോടും ജനങ്ങളോടും ക്രൂരത കാണിച്ചപ്പോഴാണ് നമ്മൾ അവർക്കെതിരെ സംഘടിക്കുകയും സമരം ചെയ്യുകയും ചെയ്തത്. കേവലം വിദേശികളായതിന്റെ പേരിൽ മാത്രമല്ല. ഈ ഒരു പോയിന്റ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ബ്രിട്ടൻ ഇന്ത്യ ഭരിക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല ഇന്ത്യ മഹാരാജ്യത്തുള്ള ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞത്. മറിച്ച് അവർ ഈ രാജ്യത്തെ അടിമരാജ്യമാക്കി മാറ്റുകയും ഇവിടുത്തെ ജനങ്ങളെ അടിമകളാക്കി മാറ്റുകയും ഇവിടെയുള്ള വൈവിധ്യങ്ങളെ വിഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുകയും അമൂല്യമായ സ്വത്തുകൾ അപഹരിച്ചു കൊണ്ടുപോവുകയും ചെയ്തപ്പോഴാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്തത്. നിങ്ങളെക്കാൾ നല്ല ഒരു ഭരണം വേണമെന്ന് പറഞ്ഞുകൊണ്ടല്ല, നിങ്ങളുടെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റുകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടല്ല, മറിച്ച് അക്രമികളായ ഭരണാധികാരികൾ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ സംഘടിച്ചത്. അതുകൊണ്ട് ഈ രാജ്യം എപ്പോഴാണ് സ്വാതന്ത്ര്യമാകുന്നത്, എപ്പോഴാണ് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിന്റെ ശ്വാസം ഇവിടെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത്? ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും വർഗ വർണ്ണ വൈജാത്യങ്ങൾക്ക് അതീതമായി സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുമ്പോഴെല്ലാം ഈ രാജ്യം ഒരു പൂർണ്ണ സ്വതന്ത്ര രാജ്യമായിരിക്കും. ഈ ഒരു ആശയത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എപ്പോഴാണ് നമ്മൾ സ്വതന്ത്രരായത്? നമ്മുടെ മേൽ അധികാരികളില്ല. ഞാൻ ഇന്ത്യക്കാരൻ എന്ന് ഒരേ ശ്വാസത്തിൽ ഒരേ ശൈലിയിൽ ഇവിടെയുള്ള എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യക്കാരെത്തിയപ്പോഴാണ് ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയി എന്ന് നമ്മൾ പറഞ്ഞത്, ഇന്ത്യ സ്വതന്ത്രമായി എന്ന് നമ്മൾ പറഞ്ഞത്. അങ്ങനെ പറയാൻ പറ്റുന്ന കാലം ഇവിടെ നിലനിൽക്കണം. അതിനുവേണ്ടിയാണ് ഇന്ത്യയിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ നിലനിൽക്കേണ്ടത്. നിങ്ങൾ ഒരു മനുഷ്യനും അടിമയല്ല. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സംവിധാനത്തിന് കീഴിൽ ഒരു മനുഷ്യനും കുനിഞ്ഞു നിൽക്കേണ്ടതില്ല. വർണ്ണവെറിക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലകൊണ്ടു. അവകാശം നിഷേധിക്കപ്പെട്ട സ്ത്രീകൾക്ക് അവകാശങ്ങൾ വകവെച്ചു കൊടുത്തു. അടിമക്കമ്പോളത്തിൽ കച്ചവടം ചെയ്യപ്പെട്ട അടിമകൾക്ക് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യം അങ്ങ് പ്രഖ്യാപിച്ചപ്പോഴാണ് പരിശുദ്ധ ഇസ്ലാം ലോകത്തെ സമാധാനത്തിന്റെ സന്ദേശവുമായി മുന്നോട്ട് വന്നത്. നമ്മൾ അറിയണം, പരിപൂർണമായി മനുഷ്യകുലത്തിന് സ്വാതന്ത്ര്യം നൽകിയ നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിന്റെ ജന്മദിനം ഉൾക്കൊള്ളുന്ന മാസമാണ് റബീഉൽ അവ്വൽ. ഇന്ത്യ മഹാരാജ്യം ബ്രിട്ടന്റെ കയ്യിൽ നിന്ന് രാഷ്ട്രീയപരമായി സ്വാതന്ത്ര്യം നേടിയ ദിവസമാണ് ഓഗസ്റ്റ് 15. ഇന്ത്യക്കാരെന്ന നിലയിൽ നമ്മൾ എല്ലാവരും സന്തോഷിക്കുന്നു. മാത്രമല്ല, ബഹുമാനപ്പെട്ട പണ്ഡിത വരേണ്യന്മാർ അവരുടെ ജീവൻ ത്യാഗം ചെയ്തുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നത്. ലോകത്ത് മുഴുവനും അറിയപ്പെടുന്ന ഹദീസ് പണ്ഡിതന്മാരിൽ ഉന്നതനായ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു അൻഹു ഡൽഹിയിൽ വെച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഫത്വ കൊടുത്തു. എന്തിനാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുന്നതും സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതും അനിവാര്യമാണ് പൗരന്മാർക്കെന്ന് ഫത്വ കൊടുത്തപ്പോൾ അതാ ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളാണ് ബ്രിട്ടീഷുകാർക്കെതിരെ തെരുവിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ ഇവിടെയുള്ള പരകോടി വരുന്ന ജനങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിച്ചുവിട്ടു എന്നതിന്റെ പേരിൽ ഒരുപാട് പണ്ഡിതന്മാരെ കൊന്നുകളഞ്ഞു, ഒരുപാട് പണ്ഡിതന്മാരെ നാടുകടത്തി. കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് ഞാൻ അൻഡമാൻ നിക്കോബാർ ദ്വീപിലായിരുന്നു. അൻഡമാൻ ദ്വീപിൽ ചെന്നാൽ ലോകത്തെ തന്നെ ക്രൂരമായ ഒരു ജയിൽ എവിടെയുണ്ട്.
പോർട്ട് ബ്ലെയറിലെ സെല്ലുലാർ ജയിൽ എന്ന് പറയുന്ന ജയിൽ, ആ ജയിലിലേക്ക് നാടുകടത്തപ്പെടുകയും ജയിലിലടക്കപ്പെടുകയും ചെയ്തത് ആരെയൊക്കെയാണെന്ന് അറിയുമോ? അന്തമാനിലേക്ക് നാടുകടത്തപ്പെട്ടവരിൽ ഉന്നതനായ പണ്ഡിതനാണ്, ലോകപ്രസിദ്ധ പണ്ഡിതന്മാരിൽ ഒരാളായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 32ാമത്തെ പേരക്കുട്ടിയായ ഹസ്സാനുൽ ഹിന്ദ് എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഫദലുൽ ഹഖ് അൽ ഖൈറാബാദി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അങ്ങ് ഡൽഹിയിൽ ജീവിച്ചിരുന്ന പണ്ഡിതനാണ്. യുപിയിലെ ഖൈറാബാദിൽ ജനിച്ച മഹാനാണ്. മഹാനവറുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഫത്വ കൊടുത്തതിന്റെ പേരിലാണ് അന്തമാൻ ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുകയും അവിടുന്ന് ഏതാണ്ട് 22 മാസം മഹാനവറുകൾ ജയിലിൽ കഴിയുകയും ഒടുവിൽ അന്തമാനിൽ വെച്ച് മരണപ്പെടുകയും അവിടെ മറമാടപ്പെടുകയും ചെയ്തത്. ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമായപ്പോൾ ആദ്യമായി സ്വാതന്ത്ര്യദിന പതാക ഉയർത്തിയത് അന്തമാനിൽ സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. അത് ബഹുമാനപ്പെട്ട ഫദലുൽ ഹഖ് അൽ ഖൈറാബാദി റളിയല്ലാഹു അൻഹുവിന്റെ അന്ത്യവിശ്രമസ്ഥാനത്തിന് ഒട്ടും അകലെയല്ലാതെ ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാണ് പതാക ഉയർത്തിയത്. പ്രിയമുള്ളവരെ, അറിയണം, അങ്ങനെയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ അവരുടെ ജീവൻ കൊടുത്തു ഈ മഹാരാജ്യത്തിനു വേണ്ടി. നിങ്ങൾ അന്തമാനിൽ ചെന്നാൽ മഞ്ചേരി കാണും, മലപ്പുറം കാണും, കാലിക്കട്ട് കാണും, നിലമ്പൂര് കാണും. എങ്ങനെയാണ് ഈ അന്തമാൻ ദ്വീപിൽ നിലമ്പൂരും മലപ്പുറവും കാലിക്കട്ടും എല്ലാം വന്നത്? നമ്മുടെ ഈ മലബാറിൽ നിന്ന് ഒരുപാട് ആളുകളെ ബ്രിട്ടീഷുകാർ നാടുകടത്തി അന്തമാനിൽ കൊണ്ടുപോയി ഇട്ടു. ആ അന്തമാനിലെ ദ്വീപിൽ കൊണ്ടുപോയി അവരെ വന്യമായി ജീവിപ്പിച്ചു. ഒരുപാട് ആളുകളെ ശിക്ഷാ രീതികൾക്ക് വിധേയമാക്കി. ഒരിക്കലും നിലവിളിച്ചാൽ ഒരു പടപ്പും കേൾക്കാത്ത വിധത്തിൽ ക്രൂരമായ സംവിധാനത്തിൽ ഉണ്ടാക്കിയ ജയിലാണ് പോർട്ട് ബ്ലെയറിലെ സെല്ലുലാർ ജയിൽ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ ചെന്ന് നോക്കിയാൽ സ്വാതന്ത്ര്യ സമര പോരാളികളിൽ ഒരുപാട് മുസ്ലിങ്ങളുടെ പേരുകൾ എടുത്തു പോയിട്ടുണ്ടെങ്കിലും ഇനിയും ഈ നെല്ലിക്കുത്തിലെയും മലപ്പുറത്തെയും കോഴിക്കോട്ടെയും പാലക്കാട്ടെയും മണ്ണാർക്കാട്ടെയും ഒരുപാട് ആളുകളുടെ ഫോട്ടോ ഇപ്പോഴും ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ആഴ്ച മുമ്പ് ഞാൻ ആ മ്യൂസിയത്തിൽ പോയിരുന്നു. അവിടെ ഇപ്പോഴും ആ ഫോട്ടോ പതിച്ചു വെച്ചിട്ടുണ്ട്. അവരെല്ലാവരും 1921 ഇന്ത്യ മഹാരാജ്യത്തിനു വേണ്ടി ജീവൻ കൊടുക്കുകയും നാടുകടത്തപ്പെടുകയും ജയിലിലടക്കപ്പെടുകയും ചെയ്ത മഹൽ വ്യക്തിത്വങ്ങളാണ്. അങ്ങനെ മുൻഗാമികളായ ആളുകൾ ഉയരുകൊടുത്ത് വാങ്ങിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ പേരമക്കളാകുന്ന നമുക്ക്, പിൻഗാമികളായ നമുക്ക് സ്വാതന്ത്ര്യ ദിനത്തിൽ ആഘോഷിക്കാനുണ്ട്, സന്തോഷിക്കാനുണ്ട്, അഭിമാനപൂർവ്വം ഇന്നലകളുടെ ചരിത്രം എടുത്തു പറയാനുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യം എപ്പോഴാണ് സ്വതന്ത്രമായി നിലനിൽക്കുന്നത്? ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും അവസാനത്തെ കുട്ടിക്ക് ക്ഷേമമുണ്ടായിരിക്കുമ്പോൾ, എല്ലാവർക്കും മൗലികാവകാശങ്ങൾ ലഭിക്കുമ്പോൾ, നെഹ്റു പറഞ്ഞതുമാതിരി ഇവിടെയുള്ള എല്ലാ പൗരന്മാർക്കും ഒരുപോലെ സ്വാതന്ത്ര്യത്തിന്റെ ശ്വാസം ലഭിക്കുകയും അവകാശങ്ങൾ വകവെച്ച് ലഭിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യ ഒരു പൂർണ്ണ സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കും. അങ്ങനെയുള്ള ഒരു രാജ്യത്തിന് വേണ്ടിയാവട്ടെ ഈ സ്വാതന്ത്ര്യ ദിനത്തിലെ ചിന്തകളും ആലോചനകളും പ്രവർത്തനങ്ങളും എന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും ശബ്ദിച്ച, ആശയം ഉയർത്തിപ്പിടിച്ച നേതാവിന്റെ ജന്മമാസവും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ഡേയും ഒരുമിച്ച് വന്ന ഈ മുഹൂർത്തത്തിൽ എല്ലാവിധ സന്തോഷങ്ങളും രാജ്യത്തിനും സമൂഹത്തിനും ജനതയ്ക്കും മുഴുവനും ക്ഷേമമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുന്ന ആളുകൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും ആഘോഷപൂർവ്വം ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ വജനാതിഹി യതവഖദു ജിബ്രീലു നാദാ ഫീ മനസ്വതി ഹുസ്നിഹി ഹാദാ മലിഉൽ കൗനി ഹാദാ അഹ്മദു എന്ന് ചൊല്ലേണ്ട ദിവസങ്ങളാണ്.